ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു പുഡിങ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കാണാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്ലാസ് നമുക്ക് മെയിനായിട്ട് വേണം. ഏത് ടൈപ്പ് ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ എടുത്തേക്കേണ്ട ഇതിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞ് ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഗൈസ്, ഈ കുഞ്ഞ് ഗ്ലാസ്സാണ് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മിൽമയുടെ നെയ്യ് എടുത്തിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ വിസ്ക് ഉണ്ട്, ഷുഗർ ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്, പിന്നെ ഫ്രഷ് ക്രീമുണ്ട്, ലാസ്റ്റ് ഫൈനലി കുഞ്ഞ് ബൗളും ഉണ്ട്. ഇത്രയും തിങ്സാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ഫ്രഷ് ക്രീമാണ്. നമുക്ക് തുറക്കാം. എന്നിട്ട് ഈ ഒരു കുഞ്ഞി ബൗളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നും പറ്റില്ല, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് പെർഫെക്റ്റ് ഒരു ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ഈ കട്ട അതേക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു കട്ട ഉണ്ടാവും. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം. എന്നാൽ എന്തൊരു കുറവ് പോലെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്യാം. കഴിയാറിയുന്നതാണ് പുതിയത് വരും. യെസ്, ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടെക്സ്ചറിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കി നല്ല സ്പെഷ്യൽ നെയ്യാണ് കേട്ടോ ഒഴിക്കുന്നത്. നമുക്ക് നെയ്യ് ഒഴിക്കാം. നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. ഈ നമ്പർ എതിരെ വിളിക്കണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇത്ര ടെക്സ്ചറാണ് കേട്ടോ നമ്മൾ നെയ്യ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ നെയ്യ് നന്നായി മിക്സ് ചെയ്യാം. ഒരു കളർ ചേഞ്ചും. ആ നെയ്യുടെ മണം കൂടി നല്ലൊരു മണാട്ടോ. നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാൻ ദോശമാവ് പോലെ തോന്നടക്കും. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഷുഗർ. അപ്പോൾ നമ്മൾ ഷുഗർ കൊടുക്കാം. നമ്മൾ 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നാലും നമുക്കൊരു ടേബിൾ സ്പൂൺ കൂടി ഇരുന്നോട്ടെ. ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഇതൊക്കെ ഇട്ടാൽ മതി. ഹാഫ് ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടയ്ക്കാം. എന്നിട്ട് വീണ്ടും നമ്മുടെ മെയിൻ പരിപാടി മിക്സ്. അങ്ങനെ ഷുഗർ അത്യാവശ്യം അല്ലിയിടം കുറച്ച് കാണണം. അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കണ്ടേ. നമുക്ക് കുറച്ച് ഈ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കണം. ഈ ഫ്രഷ് ക്രീം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നന്നായി മിക്സ് ചെയ്യണം. ഫുള്ള് മിക്സ് ചെയ്യലാണെങ്കിൽ ഏറ്റവും
മെയിൻ തിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക്, അല്ലെങ്കിൽ വിസ്ക് തന്നെ വേണമെന്നില്ല, ഈ സ്പൂൺ വെച്ചിട്ടായാലും കളിക്കാൻ മതി. ഞാനിപ്പോൾ തൽക്കാലത്തിന് വിസ്കുള്ള കാരണം വിസ്ക് എടുക്കുന്നു. അതായത് കുറച്ച് സിമ്പിൾ. ഗൈസ്, ഇനി നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം.